ഹോർമുസിൽ ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നൽകിയിട്ടുണ്ട്. ഹോർമുസിലെ ഉപരോധം വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു. അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. ഇസ്ലാമാബാദിലായിരിക്കും ഈ ചർച്ചയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം അമേരിക്ക കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതാണ്ട് 5000-ഓളം സൈനികരെ തങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനിലേക്ക് പോവുകയോ ഇറാനിൽ നിന്ന് തിരികെ വരികയോ ചെയ്യുന്ന കപ്പലുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയെന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കപ്പലുകൾ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അവ പിടിച്ചെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിപ്പോൾ ഏത് രാജ്യത്തിന്റെ കപ്പലാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 10ഓളം കപ്പലുകൾ ഇത്തരത്തിൽ അമേരിക്കൻ സൈനികരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ ഇറാനിലേക്ക് പോയിരുന്ന 10ഓളം കപ്പലുകൾ യാത്ര നിർത്തിവെച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം പുറത്തു വരുന്നത്. ഈ ഉപരോധം ഇത്രയും സമയം പിന്നിടുമ്പോൾ വലിയ വിജയം എന്ന അവകാശവാദവും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. അതായത് ഹോർമുസുമായി ബന്ധപ്പെട്ട് ഉപരോധം തുടർന്നാൽ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതൊരു പുതിയ പോർമുഖം തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് രാജ്യങ്ങളിലടക്കം എല്ലാവിധ സാധനങ്ങളുടെയും മൂവ്മെന്റ് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ചെങ്കടൽ എന്നുള്ളതാണ്. ഈ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേസമയം ഉപരോധം തുടർന്നാൽ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ചെങ്കടൽ, ഗൾഫ് എന്നിവിടങ്ങളിലെ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളിൽ തടയും എന്ന മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഉപരോധം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും 22-ന് വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ പോവുകയാണ്, നമുക്കറിയാം. അതിന് മുൻപ് മറ്റൊരു ചർച്ചയ്ക്ക് കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒരു ചർച്ച കൂടി ഉണ്ടാകും, ഒരു രണ്ടാം വട്ട ചർച്ച ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൗസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദ് തന്നെ ആയിരിക്കും വേദി എന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം വെടിനിർത്തൽ നീട്ടണം എന്ന ആവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ 1-2 ദിവസത്തിനകം കാര്യമായ ചർച്ചകൾ നടക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതിന്റെ ഭാഗമായി അമേരിക്കയുടെ സൈനിക തലവൻ അസിം മുനീർ അടക്കമുള്ളവർ ഇപ്പോൾ ഇറാനിലുണ്ട്. ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചകളിൽ അമേരിക്ക എന്ത് നയമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഇറാനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് അറിയുന്നു. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ശ്രമങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിനിടയിൽ ചൈന പറയുന്ന ഒരു കാര്യം, തങ്ങൾ ഇറാനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണം തെറ്റാണ്. ചൈന ഇറാനെ സഹായിക്കുന്നതിനാൽ അത്തരം തെളിവുകൾ കൂടുതലായി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ പറയുന്നത് 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്. അത്തരം താരിഫ് ഏർപ്പെടുത്തുന്നതുമായി അത്തരം രീതിയിൽ മുന്നോട്ട് പോയാൽ അതിന് ബദലായി തങ്ങൾക്കും ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും ചൈന പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ലോകക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സമാധാനത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ കാര്യമായ തരത്തിലുള്ള അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാവുന്നില്ല. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട്. അത് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ആ ചർച്ചയിലും കാര്യങ്ങൾ വഷളായാൽ 22-ന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങൾ തുടരുന്നുണ്ട്.